അപ്പോൾ റീസെൻ്റായിട്ട് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മാച്ച് നടന്നു. അതേപോലെ തന്നെ നെതർലാൻഡ്സ് വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് നടന്നു. അപ്പോൾ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ സ്പെയിന് 2-1 ഫ്രാൻസിനെ തോൽപ്പിച്ചു. ആ ഒരു മത്സരത്തിൽ ലമീൻ യമാലാണ് ഈ ഒരു ഫ്രാൻസിനെതിരെ ഒരു ഗോൾ നേടുന്നത്. പിന്നെ ഡാനിയൽ ഉൾമോ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാച്ചിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ യുണൈറ്റ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്തത്. നല്ലൊരു ഡോമിനേഷൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് നെതർലാൻഡ്സ് വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു മാച്ച് 2-1 ഇംഗ്ലണ്ട് വിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമായത് ഈ ഒരു മാച്ചിൻ്റെ റഫറി ആയിരുന്നു. കാരണം ഈ ഒരു മാച്ച് ശ്രദ്ധിച്ചൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് റഫറി നെതർലാൻഡ്സിന് കണക്കായിട്ട് ചില ഡിസിഷൻസ് എടുക്കുന്നില്ല. അതായത് അവർ ഡിസേർവ് ചെയ്യുന്ന ഡിസിഷൻസ് കാര്യങ്ങളിലേക്കോ പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കെയിന് കിട്ടുന്ന പെനാൽറ്റി ഉണ്ടല്ലോ, ആ ഒരു പെനാൽറ്റിക്ക് തൊട്ട് മുമ്പായിട്ട് സാക്കയുടെ കയ്യിൽ ചെറുതായിട്ട് ബോൾ ടച്ച് ചെയ്യുന്നൊരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ കെയിൻ്റെത് പെനാൽറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം കെയിന് ബോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൊമെൻറ്റം ഉണ്ടാവും. കാലെന്തായാലും കുറച്ച് മുന്നോട്ട് പോകും. അതേപോലെ തന്നെ അതിൻ്റെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയർ കാല് നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിൻ്റെ ബൂട്ടിൻ്റെ അടിയിൽ കെയിൻ്റെ ബൂട്ട് വന്ന് ഇടിച്ചു. അതാ സംഭവിച്ചത്. അതിനൊക്കെ പെനാൽറ്റി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് നേരം ഉണ്ടോ? കാരണം ലാലീഗയിൽ ഇപ്പോൾ ബാസൊക്കെ ഇതേപോലത്തെ സിമിലർ സിറ്റുവേഷൻ വന്നപ്പോഴും പിന്നെ പെനാൽറ്റി ആണെങ്കിലും ഡിസേർവിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതേ സിമിലർ സിറ്റുവേഷൻ ബാസൊക്കെ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചതാണ്. പക്ഷേ റഫറി അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ലെവൻഡോസ്കി എത്ര തവണ പെനാൽറ്റി ബോക്സിൽ ഇതേപോലത്തെ സിറ്റുവേഷനിൽ പെനാൽറ്റി കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു റഫറി പോലും കൊടുത്തില്ല. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മാച്ചിൽ പോലും കൊടുത്തില്ല. അവിടെയാണ് ഈ ഒരു സെമി ഫൈനലിലേക്ക് വരുമ്പോൾ അത് പെനാൽറ്റി ആയിട്ട് മാറി. അതുമാത്രമല്ല ഹാരി കെയ്ൻ ആണെങ്കിൽ ബോൾ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബൂട്ടായിട്ട് ഇടിയുന്നത്. അപ്പോൾ ഇതേ സെയിം സിറ്റുവേഷൻ കഴിഞ്ഞ സീസണിൽ അറോഹോന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റഫറി പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഗ്യാവിയുടെ കയ്യിൽ ബോൾ ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെനാൽറ്റി കൊടുക്കുന്നതിന് മുമ്പ് സാക്കയുടെ കയ്യിൽ ബോൾ ടച്ച് ആയതിനോ ഇല്ലയോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെനാൽറ്റി ഒന്നും വരില്ലായിരുന്നു. അത് വേറെ കാര്യം. എന്തായാലും ഈ ഒരു റഫറി നെതർലാൻഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റഫറീനെ ഏകദേശം 6 മാസത്തോളം ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാച്ച് ഫിക്സിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ ആ ഒരു റഫറീൻ്റെ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ്ലി പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു റഫറീനെ ഈ ഒരു യൂറോസിൻ്റെ സെമി ഫൈനലിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ ഒരു UEFA ഉൾപ്പെടുത്തി. അതുതന്നെയാണ് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല ഈ ഒരു മാച്ചിന് ശേഷം വാൻഡൈക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഫുൾ ടൈം വിസിൽ വിളിച്ച ഉടനെ റഫറി ടണലിലേക്ക് ഓടി. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് യൂറോസിൻ്റെ ഫൈനലിൽ ഈ ടൈപ്പ് റഫറീസാണ് വരുന്നതെങ്കിൽ ഇംഗ്ലണ്ട് എന്തായാലും കപ്പടിക്കും. ഇനി അതെല്ലാം ബയസ്ഡ് ആവാതെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു റഫറിയാണ് വരുന്നതെങ്കിൽ സ്പെയിന് വിൻ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു മാച്ച് ഇംഗ്ലണ്ട് വിൻ ചെയ്യത്തുള്ളൂ. എന്തായിരിക്കും റിയാലിറ്റി എന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം. ഇനി കോപ്പ അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അർജൻറ്റീന വേഴ്സസ് കൊളംബിയ മാച്ച്. അപ്പോൾ ഇതിനു മുൻപ് നടന്ന മാച്ചായ അർജൻറ്റീന വേഴ്സസ് കാനഡ മത്സരത്തിൽ അർജൻറ്റീന 2-0 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ മെസ്സിക്ക് വലിയ രീതിയിലുള്ള ഇഞ്ചുറി ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടീമാണെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ മാച്ചിലേക്ക് വരുമ്പോൾ ഉറുഗ്വേ 1-0 തോറ്റു. ശരിക്കും ഉറുഗ്വേ വിൻ ചെയ്യേണ്ട ഒരു മാച്ചായിരുന്നു ഇത്. കാരണം അവരുടെ അത്യാവശ്യം നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനിഷിങ് ഇഷ്യൂസാണ് അവരുടെ മെയിൻ പ്രശ്നം. അതുമാത്രമല്ല കൊളംബിയ ആണെങ്കിൽ 1 മാൻ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഉറുഗ്വേക്ക് റിസൾട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ഫുൾ ടൈം വിസിൽ വന്നതിന് ശേഷം ഈ ഒരു ഉറുഗ്വേയുടെ ചില താരങ്ങൾ കൊളംബിയയുടെ ഫാൻസായിട്ട് ഫൈറ്റിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ശരി, ഈ ഒരു ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ മാച്ചിൽ കൊളംബിയ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോപ്പ അമേരിക്ക ഫൈനലിൽ അർജൻറ്റീന വേഴ്സസ് കൊളംബിയ മാച്ച് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാച്ചിൽ ആര് വിൻ ചെയ്യുമെന്നത് ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആണ്. ഇനി വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ടേണും വരുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ശരി, ഈ ഒരു മാച്ച് അതായത് കോപ്പ അമേരിക്ക ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ ഡി മറിയയുടെ അവസാനത്തെ മാച്ചായിരിക്കും. അതായത് അർജൻറ്റീന ജേഴ്സിയിലെ അവസാനത്തെ മാച്ചായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഡിസേർവ് ചെയ്യുന്നൊരു ഫെയർവെൽ ലഭിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി പറയാനുള്ളത് നീക്കോ വില്യംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് നീക്കോ വില്യംസ് ആയിട്ട് ബാസ പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തു. അതുമാത്രമുള്ള പ്ലെയർ ആണെങ്കിൽ വേജ് കട്ട് നടത്തിയിട്ടാണ് ബാസയിൽ ജോയിൻ ചെയ്യുന്നത്. ഏകദേശം 4.9 മില്യൺ
യൂറോസ് പെർ ഇയർ എന്ന രീതിയിലുള്ളൊരു കോൺട്രാക്റ്റാണ് പ്ലെയർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവുന്നത് എന്നൊക്കെയാണ് അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചില അപ്ഡേറ്റ്സ് പറയുന്നത് ബാസയിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുക എന്ന് മാത്രമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാസ ട്രാക്കിലേക്ക് എത്തിയെന്ന്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നിലവിൽ ബാസ 1:1 റൂളിലേക്ക് എത്തിയോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടില്ല. ദിവസമാണെങ്കിൽ ബാസ ട്രാക്കിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്, 1:1 റൂളിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ദിവസം അങ്ങനെ പറയുന്നു, ബോർഡാണെങ്കിൽ കൺഫേം ചെയ്യുന്നില്ല നമുക്ക് 1:1 റൂളിൽ എത്താൻ സാധിച്ചുവെന്ന്. അതേപോലെ തന്നെ ഈ ഒരു 1:1 റൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീക്കോ വില്യംസിൻ്റെ ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യേണ്ട ഫണ്ട് അത് എവിടുന്ന് കിട്ടി, അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ സ്ക്വാഡിൽ നിന്ന് അത്യാവശ്യം വലിയ സാലറി വാങ്ങുന്ന പ്ലേയേഴ്സ് ആരും തന്നെ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡീല് പുള്ള് ചെയ്യുക എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ സമ്മറിൽ നമ്മൾ 1:1 റൂളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ എന്നിട്ട് നമ്മൾ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡത്തിൻ്റെ പുറത്ത് ഓറൽ റോമിയോ ഡീല് നടത്തി. ഏകദേശം 2 to 3 മില്യൺ യൂറോസ് ബാസ സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ഡീല് പുള്ള് ചെയ്തു. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ 1:1 റൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടെല്ലാം കളക്ട് ചെയ്ത് 1:1 റൂളിലേക്ക് എത്തിക്കഴിഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ട്രാൻസ്ഫർ കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1:1 റൂൾ ഉണ്ടാവും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 1:1 റൂളിൻ്റെ എമൗണ്ട് തൊടാൻ പറ്റത്തില്ല. പകരം വേറെ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റും കാര്യങ്ങളും നടത്തിയിട്ട് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മളിപ്പോൾ അസറ്റ് സെല്ല് ചെയ്തിട്ട് ഫണ്ട് ജനറേഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ടാണെങ്കിൽ അത് ഫുൾ എമൗണ്ടിൻ്റെ എത്ര ശതമാനം യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറച്ചു. അതുകൊണ്ട് അസറ്റ് സെല്ല് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റേ നടക്കത്തുള്ളൂ. അപ്പോൾ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് നടക്കാതെ എങ്ങനെയാണ് ബാസ ഈ ഒരു ഡീല് പുള്ള് ചെയ്യാമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു നീക്കോ വില്യംസ് എന്ന് പറയുന്ന താരം ഇപ്പോൾ ബാസ ഡീലിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്ലെയർ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യണമെങ്കിൽ പ്ലെയേഴ്സ് പോകണ്ടേ? ആരാ പോവുക? എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഇതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു തരുന്നത് നീക്കോ വില്യംസ് ഡീലിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സൊക്കെ പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ വെക്കണ്ട. ചിലപ്പോൾ ലാസ്റ്റ് നിമിഷം പറയും നമുക്ക് ഈ ഒരു ഡീല് പുള്ള് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ജസ്റ്റ് ചെറിയൊരു ഹോപ്പ് വെച്ച് നിൽക്കുക, അല്ലാതെ വലിയ പ്രതീക്ഷ വെക്കേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് അടക്കാതെ ഈ ഒരു ഡീല് ബാസക്ക് പുള്ള് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പുള്ളിയാണെങ്കിൽ അവിടെ ബാസ അത്ലറ്റിക്കിൻ്റെ ഡീലിലൂടെ ബാസ നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആവുന്ന രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഡെഡ് ലൈൻ ഡീലൊന്നും നീക്കോ വില്യംസ് വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴും ചില ബാസ ഫാൻസ് നീക്കോ വില്യംസ് ഡീലിന് ഹോപ്പ് വെക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള അത്ലറ്റിക് ബിൽബാവോയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കാം. അതായത് ആ ഒരു ജേഴ്സി പ്രസൻറ്റേഷൻ്റെ വീഡിയോൻ്റെ അകത്ത് നീക്കോ വില്യംസിനെ കാണാത്തത് കൊണ്ടായിരിക്കാം. അതിൽ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഡീല് ബാസ പുള്ള് ചെയ്തെന്ന് വിചാരിക്കേണ്ടെന്ന് എനിക്കിപ്പോഴും പറയാനുള്ളൂ. കാരണം നമ്മുടെ സ്ക്വാഡിൽ നിന്ന് ആരെങ്കിലും പോയാലല്ലേ ഡീല് പുള്ള് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് ബാസ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് നോ ഐഡിയ. ഇതെല്ലാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.